ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ശനിയാഴ്ച ഞാൻ മുളക് പൊടിക്കാൻ പോയപ്പോൾ മുളക് പൊടിക്കുന്ന മില്ലിലെ അമ്മ എനിക്കൊരു 3 പഴം തന്നതിൽ ഒന്ന് ഞാൻ കഴിച്ചു, ബാക്കി 2 കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുവരുന്നു. ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ശനിയാഴ്ച മരുമോള് കുഞ്ഞിന് ഡ്രസ്സ് എടുക്കാൻ പോയപ്പം വാങ്ങിച്ചുകൊണ്ട് വന്ന ഡ്രസ്സാണ് ഇത്. എനിക്കിഷ്ടപ്പെട്ടത് പറഞ്ഞു ഇങ്ങനെ വാട്സപ്പ് കോൾ കാണിച്ചു, അങ്ങനെ ഇഷ്ടപ്പെട്ട് പറഞ്ഞ് വാങ്ങിച്ചത്. ഇത് ആ പച്ചയും കറുപ്പും മരുമോള് വാങ്ങിച്ചത്. പിന്നെ ബാക്കി നമ്മുടെ കൊച്ചുമോന് വീട്ടിലിടാനാകട്ട് 2-3-4 ഡ്രസ്സ് എടുത്തു. ഇപ്പം മോൾക്ക് ഈവനിങ് ആയിരുന്നു, മോള് ഉച്ചയ്ക്ക് പോയി. പിന്നെ ഞങ്ങളെ ഏട്ടൻ വൈകുന്നേരം നമുക്ക് ഞായറാഴ്ച ആവശ്യത്തിനുള്ള സാധനങ്ങൾ മേടിക്കാൻ പോകണമായിരുന്നു. അപ്പോൾ അവിടെ കടയിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് ഏട്ടൻ മോളെ വിളിക്കാൻ പോയി. അപ്പോഴത്തേക്ക് ഞാനും മരുമോളുമായിട്ട് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് മേടിച്ചു. അപ്പോൾ ഞങ്ങൾ മേടിച്ച് പിന്നെ പച്ചക്കറിയൊക്കെ മേടിക്കാനെ കൊണ്ട് വേറെ കടയിൽ പോകണമായിരുന്നു. അവിടെ പോയി പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഏട്ടൻ മോളെയും കൊണ്ട് വന്നു. പിന്നെ ഒരു മഴ ഉണ്ടായിരുന്നു കേട്ടോ, ചെറിയ ചാറ്റലുണ്ടായിരുന്നു. വൈകുന്നേരം നല്ല കാറ്റും മഴയായിരുന്നു. അപ്പോൾ പിന്നെ വൈകുന്നേരം ഒരു 8 മണി 9 മണി സമയത്ത് ചെറിയ ചാറ്റലുണ്ട്. പിന്നെ ഞങ്ങളൊരു ചായ കുടിക്കാൻ വെച്ചിട്ട് ആദ്യം ഒരു ചായക്കടയിൽ പോയി, അവിടെ ചായ ഇല്ലായിരുന്നു. പിന്നെ വേറൊരു ചായക്കടയിൽ പോയി, ചായ ഉണ്ടായിരുന്നു ആ കടയിൽ, ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ അപ്പോൾ മരുമോളൊക്കെ പറഞ്ഞ് ഇവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞിട്ട് വേറൊരു കടയിൽ പോയി. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ചായയൊക്കെ കുടിച്ചു. പിന്നെ എൻ്റെ കൊച്ചച്ഛൻ്റെ മോനോട് വന്നായിരുന്നു, അവനോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു. അതിനകത്ത് എന്തോ ഇരിക്കുന്നു, ഇറങ്ങണം അതിനകത്തുനിന്ന്. എന്തുകൊണ്ട് അതിനകത്ത് പറക്കാൻ പോയത്? ചുക്കുലുവേ വാങ്ങിക്കരുത്. ഇവളെന്നോട് കുറെ നേരം കൊണ്ട് ഇവളെന്നോട് ഗുസ്തിക്കിരിക്കുക. നാളെ നമ്മളാരും അമ്പലത്തിൽ പോകും. അല്ല അറിയുന്നത് പാചകത്തിന് കയറണോ? അല്ല ഇവര് പറഞ്ഞെന്തോന്നറിയാമോ, നമ്മളങ്ങാണ്ട് അമ്പലത്തിൽ പോകണം. നമ്മളെന്തിനാ പോകുന്നേ? അച്ഛനങ്ങനെ പോവാ. അമ്മയ്ക്ക് പറ്റത്തില്ല. അച്ഛനും പറ്റത്തില്ല, എനിക്കറിയില്ല. അമ്മയ്ക്ക് പറ്റത്തില്ല. എന്താ ചെയ്യുന്നത്? പോകുന്നില്ല. അച്ഛനാകുമ്പോ ഞാൻ പോകുന്നില്ല. എന്തിനാണ് നിങ്ങളുടെ പാത്രം കൊണ്ട് പറയുന്നറിയാൻ ഞാൻ ബ്രൈഡ് സക്കീർ ഹുസൈൻ സാറ് എന്റെ മനസ്സിലായി. തീർന്നത് അപ്പം അങ്ങനെ നമ്മൾ കടയിലൊക്കെ പോയിട്ട് വന്ന് ഏട്ടനാണെങ്കിൽ മരുമോടത്ത് വരട്ടിയതാ പോയി മോട്ടർ വെള്ളമില്ലെന്നും പറഞ്ഞുകൊണ്ട് കേട്ടോ. അപ്പം പിന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെക്കാമെന്ന് വെച്ചാൽ അപ്പോൾ രാവിലെ അപ്പം അത്രയും ഒരു ഇതുണ്ടല്ലോ, 10 മണിക്ക് മുമ്പേ നമുക്ക് ജോലിയെല്ലാം ഒതുക്കണം. കാരണം ആളും വരുമ്പോൾ ഇവിടെ കിടന്ന് ജോലി ചെയ്തുകൊണ്ട് നടക്കുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം എല്ലാം ചെയ്തൊക്കെ എല്ലാം അരിഞ്ഞ് പറക്കിയൊക്കെ ഏട്ടൻ സവാളയൊക്കെ പൊളിച്ച് പറക്കി തന്നു. ഞാൻ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ശരിയാക്കി. മാങ്ങ അച്ചാറൊന്നും ഇടാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ മരുമോൾ പിന്നെ ക്യാരറ്റും ബീൻസും ഒക്കെ ബിരിയാണിക്കുള്ളത് അരിഞ്ഞ് വെച്ചിട്ട് അവൾ പിന്നെ ചോറ് കഴിച്ചിട്ട് പിന്നെ സാമ്പാറിനും അവിയലിനും അരിഞ്ഞ് തരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ചക്കിമോടെ അച്ഛനും പിന്നെ ചക്കിമോടെ അമ്മയുടെ ആങ്ങള, എൻ്റെ മൂത്ത മോനെ, അവരെല്ലാം കൂടെ അപ്പുറണ്ട് ടാർപ്പ കെട്ടുകയാണ്. അപ്പോൾ 2ാമത്തെ മോൻ ഇവിടെ നിൽപ്പുണ്ട്. മോൾ അവിടെ ഇങ്ങനെ ഇരിക്കുക, ഒരു മൂകതയായിട്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇവയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ടൊരു നെഞ്ചുവേദന ചെറുതായിട്ട് വരാറുണ്ട്. പക്ഷേ അത് പടയെന്ന് അങ്ങ് മാറും. പക്ഷേ അന്ന് ഞങ്ങൾ ഇതെല്ലാം അരിഞ്ഞ് പറക്കൊണ്ടിരുന്നപ്പോൾ ഇവളിങ്ങനെ വന്ന് പറഞ്ഞു, ഞങ്ങൾ വെച്ചിട്ട് ഗ്യാസിൻ്റെ വല്ലതായിരിക്കും പറഞ്ഞു, ഇവർക്ക് ഇങ്ങനെ വരാറുണ്ടല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ലായിരിക്കും മാറുമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങളൊരു വെളുത്തുള്ളിയൊക്കെ കൊടുത്തു. അത് കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ നിന്ന് കരയുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. ഞാനിപ്പോൾ 12 മണി ആകാറായിരുന്നു. പിന്നെ നമ്മൾ എളുപ്പം ആശുപത്രിയിൽ കൊണ്ടുപോയി. അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ട്രിപ്പൊക്കെ ഇട്ടു, ഇഞ്ചക്ഷൻ എടുത്തു, ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു. അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. ECG എടുത്തതിനകത്തൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് വേറെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നോ നാളെയോ കൊണ്ടുപോകണം. പിന്നെ അവർക്ക് അങ്ങനെ വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കൊച്ചാണ്. അത് ഈ 4 എണ്ണത്തിനും അങ്ങനെ തന്നെ ഒരു അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതാണ്. പിന്നെ നമുക്ക് എപ്പോഴും ഒന്നും ഒരുപോലെ അല്ലല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ആശുപത്രിയിൽ പോയിട്ടൊക്കെ വന്നപ്പോഴത്തേന് 3 മണിയായി. പിന്നെ ഞാനൊരു ഇച്ചിരി ചോറ് കഴിച്ചു. ഏട്ടനൊക്കെ വന്നപ്പോൾ കിടന്നു. മോളും മരുന്ന് കഴിച്ചിട്ട് കിടന്നു. മരുമോളും മൂത്ത മോനും ഞങ്ങളെല്ലാം കൂടെയാണ് പോയത്. അവർ ബാക്കി ടാർപ്പ കെട്ടുകാർ മാത്രമേ ഇവിടെ നിന്നുള്ളൂ. മൂത്ത മരുമോളും ഞാനും ഏട്ടനും കുഞ്ഞും എല്ലാം കൂടെയാണ് പോയത്. മോനും എല്ലാം ഉണ്ടായിരുന്നു.
അപ്പോൾ പിന്നെ വന്ന് അവരെല്ലാം കിടന്നു. ഞാൻ പിന്നെ കുറച്ച് ചോറ് കഴിച്ചു. പിന്നെ എനിക്ക് 2 നൈറ്റ് തയ്ക്കാനുണ്ടായിരുന്നു, രാവിലെ ഇടാനുള്ള മരുമോടെ എൻ്റെ. അപ്പോൾ അത് 2 പിന്നെ തയ്ച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് 4 മണിയായി. പിന്നെ ഞാൻ വെച്ച് ഞാൻ കിടന്നിട്ട് ഇനിയും കഥയില്ലല്ലോ. അപ്പോൾ സാമ്പാറിനൊന്നും അരിഞ്ഞില്ല. പിന്നെ ഞാൻ സാമ്പാറിന് അരിഞ്ഞ് വെച്ചു, മാങ്ങ അരിഞ്ഞ് അച്ചാറിട്ട് വെച്ചു. പിന്നെ അപ്പോഴത്തേക്ക് 5 മണിയായി. പിന്നെ നമ്മൾ കുളിച്ച് നനച്ച് പിന്നെ അരി അടുപ്പത്തിടാനുള്ള പരിപാടിയിൽ നിന്നു. അങ്ങനെ ആയിരുന്നു. അപ്പം കുഞ്ഞുങ്ങൾ ഇതേ ടാർപ്പയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരതെല്ലാം കെട്ടിയിട്ട് പിന്നെ അവർ 1 മണിയായപ്പോൾ അവർ പോയി. നമ്മൾ ആശുപത്രിയിലായിരുന്നു ആ സമയത്തും. അതും കഴിഞ്ഞാണ് വന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ശനിയാഴ്ച ദിവസത്തെയാണ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരുപോലെ കണ്ണ് അന്ന് അടച്ചില്ല. പിന്നെ നമുക്കതൊന്നും വലിയ പുത്തരിയല്ല, കാരണം അങ്ങനെയാണ്. ഇപ്പോഴൊക്കെയാണ് നമ്മൾ പിന്നെ ഒരുവിധമൊക്കെ ഉറങ്ങുന്നത്. നേരത്തെയൊക്കെ ജോലിയും കാര്യങ്ങളോട്ടൊക്കെ ഇങ്ങനെ തന്നെ ഉറങ്ങാതൊക്കെ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്കതൊന്നും ഇരുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ അരിയൊക്കെ അടപ്പത്തിട്ടു, ചോറ് വെച്ചു, സാധാ ചോറും പരിപ്പ് പിന്നെ പപ്പടം അങ്ങനെ അതിനുള്ള കറികളെല്ലാം ഉണ്ടാക്കി. പിന്നെ ബിരിയാണിയും ചോറും ചിക്കൻ കറിയുമായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ആ സമയത്ത് എടുത്ത വീഡിയോ കേട്ടോ. ഒരു 4:30 ആയപ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെ 10 മണിയായപ്പോൾ നമ്മുടെ ജോലി എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമാണ്. കൂട്ടുകാർ കമൻറ്റ് ഇടണം കേട്ടോ.